പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കിടാവിനെ കൊന്നു. തുടർച്ചയായുള്ള പുലി ആക്രമണങ്ങളിൽ ഭീതിയിലായി പാലപ്പിള്ളി. തെരുവുനായ ആക്രമണങ്ങളേറുന്നു. വേലൂരിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കിടാവിന്റെ ചെവികളറ്റു. ചാലക്കുടി നഗരസഭയിൽ ഭരണകക്ഷിയിൽ ചേരിപ്പോര്. വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചതായി ആക്ഷേപം. വകുപ്പുകൾ നോക്കുകുത്തികളായെന്ന് പ്രതിപക്ഷം. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിലെ കാഞ്ഞാണി സെന്ററിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. കൂടുതൽ പോലീസുകാരെ നിയോഗിച്ച ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യം. 16 ഏക്കർ വിസ്തൃതിയുള്ള പോർക്കുളം ആനക്കുണ്ട് ബണ്ട് വികസനം പാതിവഴിയിൽ നിലച്ചു. ബണ്ട് ആഴം കൂട്ടൽ പ്രവർത്തനം അശാസ്ത്രീയമായി നടപ്പാക്കിയതായി ആക്ഷേപം. കടുത്ത ചൂടിൽ വാഴാനി ഡാം വറ്റി വരളുന്നു. കുടിവെള്ളത്തിനും കൃഷി ആവശ്യങ്ങൾക്കും നൽകാൻ വെള്ളമില്ല. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കരിമ്പനക്കൽ അലവിയുടെ 3 മാസം പ്രായമുള്ള പശുക്കുട്ടിയെയാണ് പുലി കൊന്നത്. ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് സമീപത്താണ് പുലിയിറങ്ങിയത്. ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. വനംവകുപ്പ് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. വെങ്ങണശ്ശേരി ശിവപുരം കോളനിയിൽ കാരാട്ട് വീട്ടിൽ സുരേഷ് മകൻ 27 വയസ്സുള്ള മഹേഷ് എന്ന മനുവാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. ശിവപുരം കോളനിയിൽ നെല്ലാത്ത് വീട്ടിലെ തർക്കം പരിഹരിക്കാൻ മനു ഇടപെട്ടതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു. തർക്കത്തിൽ പരിഹാര ചർച്ച നടക്കുന്നതിനിടെ ജിഷ്ണു എന്നയാൾ പ്രതി മണികണ്ഠനെയും സംഘത്തെയും വിളിച്ചു വരുത്തി. മണികണ്ഠനും സംഘവും എത്തിയപ്പോൾ മനു അവിടെ ഉണ്ടായിരുന്നു. ചർച്ചയിൽ തർക്കമുണ്ടായതോടെ സംഘർഷം നടന്നു. സംഘർഷത്തിൽ പരിക്കേറ്റ മനു സുഹൃത്തിനൊപ്പം തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് സുഹൃത്തിന്റെ ബൈക്ക് മടക്കി കൊടുക്കാനായി കോടന്നൂരിൽ കാത്തു നിൽക്കുകയായിരുന്നു മനു. ഈ സമയം സ്ഥലത്തെത്തിയ മണികണ്ഠൻ, പ്രണവ്, സുഹൃത്ത് ആഷിഖ് എന്നിവർ ചേർന്ന് മനുവിനെ ആക്രമിച്ചു. ഹോക്കി സ്റ്റിക്ക് കൊണ്ടുള്ള അടിയേറ്റ് വീണ മനുവിനെ റോഡിൽ ഉപേക്ഷിച്ച പ്രതികൾ മടങ്ങി. മനുവിന്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തായിരുന്നു നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചത്. പോലീസ് എത്തുമ്പോഴേക്കും മനു മരിച്ചിരുന്നു. ഫർണിച്ചർ കുത്തുപണി തൊഴിലാളിയാണ് കൊല്ലപ്പെട്ട മഹേഷ്. സംഭവത്തിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടന്നൂർ സ്വദേശികളായ കൊടപ്പള്ളി വീട്ടിൽ മണികണ്ഠൻ, പ്രണവ്, മാരാത്ത് വീട്ടിൽ ആഷിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. 2 കൊലപാതക കേസുകളിലെ പ്രതിയും കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട ആളുമാണ് പ്രതി മണികണ്ഠൻ. നിരവധി കേസുകളിൽ പ്രതിയായ മണികണ്ഠൻ എന്ന് വിളിക്കുന്ന ആളാണ് ഇതിലെ 1ാം പ്രതി. പിന്നെ അയാളുടെ ബന്ധു സുഹൃത്തുക്കളും ഇതിലെ മറ്റു പ്രതികളാണ്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഉള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ മറ്റു പ്രതികൾ ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ 1ാം പ്രതിക്ക് കാപ്പ നിയമപ്രകാരമുള്ള നിരോധന ഉത്തരവ് ഉള്ളതാണ്. അത് വയലേറ്റ് ചെയ്തതാണ് ഇന്നലെ പ്രതി ഇവിടെ വന്ന് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. വേലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കുട്ടിക്ക് പരിക്കേറ്റു. 12ാം വാർഡിലെ ക്ഷീര കർഷകനായ അറയ്ക്കൽ ദേവസി ലോറൻസിന്റെ പശുക്കുട്ടിയെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. പശുക്കുട്ടിയുടെ 2 ചെവികളും തെരുവുനായ്ക്കൾ കടിച്ചെടുത്തു. വാർഡിലെ വിവിധ പ്രദേശങ്ങളിലെ റോഡരികിൽ അറവും മാലിന്യങ്ങൾ തള്ളുന്നതാണ് തെരുവുനായ്ക്കൾ വർദ്ധിക്കുവാൻ കാരണം. ഇതിനെതിരെ കളക്ടർ, ശുചിത്വ മിഷൻ, പഞ്ചായത്ത് എന്നീ ഓഫീസുകളിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നും വാർഡംഗം CD സൈമൺ പറഞ്ഞു. നിരവധി വളർത്തുമൃഗങ്ങൾ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. കാൽനട യാത്രക്കാരും തെരുവുനായ്ക്കളുടെ ഭീഷണിയിലാണ്. തെരുവുനായ്ക്കളുടെ ആക്രമണങ്ങൾ ഏറുന്നു. കൂട്ടത്തോടെ എത്തുന്ന തെരുവുനായ്ക്കൾ വഴി വഴിയാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. വീടുകളിലെ വളർത്തു മൃഗങ്ങൾക്ക് നേരെയും ആക്രമണം പതിവാണ്. നായ്ക്കൾ വട്ടം ചാടി ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളും പതിവാണ്. വഴിയരികിൽ ഉപേക്ഷിക്കുന്ന അറവും മാലിന്യം ഉൾപ്പെടെ തെരുവുനായ്ക്കൾ പെരുകുന്നതിന് കാരണമാകുന്നുണ്ട്. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളൊന്നും ഫലപ്രദമായില്ല. ചാലക്കുടി നഗരസഭയുടെ കാലാവധി തീരാൻ 1.5 വർഷം അവശേഷിക്കുമ്പോഴും നേതാക്കളുടെ കിടമത്സരത്തിൽ ഭരണസമിതി പ്രവർത്തനം നിശ്ചലമാകുന്നു. മാസങ്ങളായി എല്ലാ വകുപ്പുകളും പ്രവർത്തനരഹിതമാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയെന്ന് ചെയർമാനും കൂട്ടരും വിവരിക്കുന്നുണ്ടെങ്കിലും ചേരിപ്പോര് മൂർധന്യത്തിലാണ്. നിലവിലെ ചെയർമാൻ എബി ജോർജും മുൻ ചെയർമാൻ VO പൈലപ്പനും തമ്മിലുള്ള കിടമത്സരം മൂർച്ഛിച്ചതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം.
ഭരണാധികാരികൾ ഭരണത്തിൽ കാര്യക്ഷമമായി ഇടപെടാത്തത് മൂലം വിവിധ വകുപ്പുകൾ നോക്കുകുത്തിയായെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഉദ്യോഗസ്ഥർ തന്നിഷ്ടപ്രകാരം നീങ്ങുമ്പോൾ കൈക്കൂലിയുടെ കൂത്തരങ്ങായി വകുപ്പുകൾ മാറിയെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥർ തന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ലെന്ന് കൗൺസിൽ യോഗത്തിൽ ചെയർമാൻ വെളിപ്പെടുത്തിയത് വിവാദമായിരുന്നു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി സെന്ററിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. ഒരു ഹോംഗാർഡ് മാത്രമാണ് ഇവിടെ ഡ്യൂട്ടിക്കുള്ളത്. ഗുരുവായൂർ, പെരിങ്ങോട്ടുകര, തൃശൂർ, വാടാനപ്പള്ളി എന്നീ 4 മേഖലകളിൽ നിന്നുള്ള വാഹനങ്ങൾ എത്തിച്ചേരുന്ന ജംഗ്ഷനാണ് കാഞ്ഞാണി. തിരക്കേറിയ സമയങ്ങളിൽ ഗതാഗതക്കുരുക്കിൽപ്പെടുന്ന ചില സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത് കുരുക്ക് കൂടുതൽ രൂക്ഷമാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. തിരക്കുള്ള സമയങ്ങളിൽ കൂടുതൽ പോലീസിനെ നിയോഗിച്ച് ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാട്ടക്കമ്പൽ, പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന ആനക്കുണ്ട് ബണ്ട് വികസനം പാതി വഴിയിൽ നിലച്ചു. 16 ഏക്കറോളം വിസ്തൃതിയുള്ള ആനക്കുണ്ട് ബണ്ട് മേഖലയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ്. ബണ്ടിലെ മണ്ണെടുത്ത് ആഴം കൂട്ടാനായിരുന്നു പദ്ധതി. എന്നാൽ ഇവിടെ നിന്നെടുത്ത മണ്ണ് ബണ്ടിന്റെ വശങ്ങളിൽ തന്നെ കൂട്ടിയിടുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലും ബണ്ടിൽ നിന്ന് മണ്ണെടുത്ത് വശങ്ങളിൽ കൂട്ടിയിടുകയായിരുന്നു. മണ്ണ് കൊണ്ടുപോകാത്തതിനാൽ കഴിഞ്ഞ മഴക്കാലത്ത് ബണ്ടിൽ വെള്ളം നിറഞ്ഞ് ഈ മണ്ണെല്ലാം ഒലിച്ചിറങ്ങിയതായി കർഷകർ കുറ്റപ്പെടുത്തി. ബണ്ടിന്റെ ആഴം കൂട്ടി പദ്ധതി നടപ്പിലാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വാഴാനി ഡാം വറ്റി വരളുന്നു. കുടിവെള്ളത്തിനും പരമ്പരാഗത നെൽകർഷകർക്കും അഭയകേന്ദ്രമായ വാഴാനി ഡാമിൽ വെള്ളം കുറഞ്ഞ നിലയിലാണ്. കടുത്ത ചൂടും വേനൽ മഴ ഇല്ലാത്തതുമാണ് ഡാം വറ്റി വരളുന്നതിന് കാരണം. വാഴാനി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളം ഒട്ടനവധി പാടശേഖരങ്ങൾക്ക് ആശ്രയമാണെങ്കിലും പ്രതികൂല കാലാവസ്ഥയിൽ പരിമിതമായ വെള്ളമേ ഡാമിലുള്ളൂ. ചെമ്മണ്ണൂരിൽ യുവാക്കൾ തമ്മിലുണ്ടായ തർക്കത്തിൽ CPM പ്രവർത്തകന് പരിക്കേറ്റു. ചെമ്മണ്ണൂർ സ്വദേശി കല്യാപ്പറമ്പിൽ വീട്ടിൽ പ്രസീലിനാണ് പരിക്കേറ്റത്. ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്ന പ്രസീലിനെ ചെമ്മണ്ണൂർ സ്വദേശി റോഹൻ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ആക്രമണത്തിൽ മുഖത്തുൾപ്പെടെ പരിക്കേറ്റ പ്രസീൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പോലീസ് കേസെടുത്തു. വേനൽ കനത്തതോടെ പനിബാധിതരുടെ എണ്ണമേറുന്നു. വിട്ടുമാറാത്ത ചുമയും ജലദോഷവും കടുത്ത ക്ഷീണവുമാണ് പനിബാധിതരിൽ കാണുന്നത്. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഞ്ഞപ്പിത്തം ബാധിച്ച് വേലൂർ സ്വദേശിയായ യുവാവ് ഒരാഴ്ച മുമ്പ് മരിച്ചിരുന്നു. ഈഡിസ് കൊതുകുകളിൽ നിന്ന് പടരുന്ന ഡെങ്കിപ്പനി മഴക്കാല രോഗമാണെങ്കിലും നിലവിൽ പടരാനുള്ള കാരണം വ്യക്തമല്ല. വേനൽ കടുത്തതോടെ ജില്ലയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാണ്. ഇതുമൂലം മഞ്ഞപ്പിത്തം പടരാനുള്ള സാധ്യതയും കൂടുതലാണ്. മഞ്ഞപ്പിത്തത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. വേനൽ കനത്തതോടെ ജില്ലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. കൊടും ചൂടിൽ ഭൂഗർഭ ജലവിതാനം താഴ്ന്നു. മലയോര മേഖലകളിലും തീരമേഖലകളിലും കിണറുകൾ വറ്റിത്തുടങ്ങി. പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്നവരുടെ എണ്ണമേറിയിരിക്കുകയാണ്. പാടങ്ങളും കുളങ്ങളും പതിവിലും നേരത്തെ വറ്റി. വരൾച്ച ഭീഷണിയിൽ വ്യാപകമായി കൃഷിനാശവും സംഭവിക്കുന്നുണ്ട്. കട്ടക്കമ്പൽ പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളം ആഴ്ചകളോളമായി മുടങ്ങിയത് ജനങ്ങളെ വലയ്ക്കുന്നു. ഈ കൊടും ചൂടിൽ കുടിക്കുവാൻ പോലും വെള്ളമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുവാൻ ബന്ധപ്പെട്ട ഭരണാധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്ന് കട്ടക്കമ്പൽ പഞ്ചായത്ത് കോൺഗ്രസ് അംഗങ്ങളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ് എന്നിവർ ആവശ്യപ്പെട്ടു. വേണ്ടത്ര രീതിയിൽ ഇതുവരെ പഞ്ചായത്തിൽ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ആ ഒരു അവസ്ഥ മാറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് കാട്ടകമ്പാൽ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വെള്ളം ലഭ്യമാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ കേച്ചേരിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ഗതാഗതക്കുരുക്ക് പലപ്പോഴും മണിക്കൂറുകൾ നീളുക പതിവാണ്. തൃശൂർ കുറ്റിപ്പുറം 4-വരി പാത കേച്ചേരിയിലെത്തുമ്പോൾ 2 വരിയായി ചുരുങ്ങിയ നിലയിലാണ്. സ്ഥലം ഏറ്റെടുക്കുന്നതിലെ കാലതാമസം റോഡ് വീതി കൂട്ടുന്നതിന് തടസ്സമാവുകയാണ്. ഗുരുവായൂരിലേക്കുള്ള തീർത്ഥാടകരും നൂറുകണക്കിന് ചരക്ക് ലോറികളും കടന്നുപോകുന്ന പാതയിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാവുകയാണ്. ഇതുമൂലം സ്വകാര്യ ബസ്സുകൾ കേച്ചേരി എത്തുന്നതിന് മുൻപ് വഴിതിരിഞ്ഞു പോവുക പതിവാണ്. ചേലക്കരയിൽ നിയന്ത്രണമിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു അപകടം. കാറിലുണ്ടായിരുന്ന കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ മേപ്പാടം പ്രദേശത്താണ് അപകടമുണ്ടായത്. തിരുവില്ലാമല സ്വദേശികളായ 6 പേർ സഞ്ചരിച്ചിരുന്ന കാർ ആദ്യം വൈദ്യുതി തൂണിൽ ഇടിക്കുകയും തുടർന്ന് സമീപത്തുള്ള വീടിന്റെ ഗേറ്റിലും മതിലിലും ഇടിച്ചാണ് നിന്നത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു.
മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ രാജിവെച്ചു. LDF-ലെ ധാരണയനുസരിച്ചാണ് CPM പ്രതിനിധിയായ സന്ധ്യ നൈസൻ രാജിവെച്ചത്. ധാരണയനുസരിച്ച് 40 മാസമായിരുന്നു CPM-ന് പ്രസിഡന്റ് സ്ഥാനമുണ്ടായിരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ ഇനി CPI-യുടെ പ്രതിനിധിയായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതാ സംവരണമായതിനാൽ CPI-യിൽ നിന്ന് ബിന്ദു ഷാജു, രേഖ ഷാൻറ്റി എന്നിവർ മാത്രമാണ് ഉള്ളത്. ആകെയുള്ള 13 അംഗ ഭരണസമിതിയിൽ CPM-ന് 6-ഉം CPI-ക്ക് 3-ഉം കോൺഗ്രസിന് 4-ഉം അംഗങ്ങളാണ് ഉള്ളത്. അറവ് മൃഗങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ഇറച്ചിവില കൂടുന്നു. ഇറച്ചിവില വീണ്ടും ഉയർത്താൻ ഓൾ കേരള മീറ്റ് മർച്ചന്റ്സ് അസോസിയേഷൻ തീരുമാനിച്ചു. അറവ് മൃഗങ്ങളെ ലഭിക്കാനില്ലെന്നും കാലികൾക്ക് വൻ വില നൽകേണ്ടി വരുന്നതായും അസോസിയേഷൻ പറയുന്നു. പോത്തിറച്ചിക്ക് ഇനിയും വില വർദ്ധിക്കും. പന്നിയിറച്ചിക്ക് നേരത്തെ വില വർദ്ധിച്ചിരുന്നു. ഇതേസമയം ഇറച്ചിവില ഏകീകരിച്ചുള്ള അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല. പലയിടത്തും പല രീതിയിലാണ് വില ഈടാക്കുന്നത്. പോത്തിറച്ചി കിലോയ്ക്ക് 360 മുതൽ 440 വരെ ഈടാക്കുന്നുണ്ട്. ആട്ടിറച്ചിക്കും പലയിടത്തും പല വിലയാണ്. വില ഏകീകരണം ഇനിയും നടപ്പിലായിട്ടില്ല. ഇതേസമയം പലയിടത്തും ഉരുക്കളെ അറക്കുന്നത് അംഗീകൃത അറവുശാലകളിലല്ല. വൃത്തിഹീനമായ സാഹചര്യങ്ങളിലും മാംസവിൽപ്പന നടക്കുന്നുണ്ട്. കള്ളിച്ചത്ത് മദ്യവ്യവസായ സംയുക്ത യൂണിയനുകൾ ചൊവ്വാഴ്ച നടത്താനിരുന്ന സമരം ഉപേക്ഷിച്ചു. എക്സൈസ് അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം ഉപേക്ഷിച്ചത്. ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന അരിഷ്ടക്കച്ചവടം അവസാനിപ്പിക്കുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഉറപ്പ് നൽകിയതായി യൂണിയൻ നേതാക്കൾ അറിയിച്ചു. യൂണിയൻ നേതാക്കളായ AV ഉണ്ണികൃഷ്ണൻ, ദിലീപ് പരമേശ്വരൻ, CR പുരുഷോത്തമൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഒട്ടും വെള്ളം ലഭിക്കാതിരുന്ന കുഴൽ കിണറിൽ നിന്നും നിലയ്ക്കാത്ത ജലപ്രവാഹം. തെക്കിങ്കര പഞ്ചായത്തിലെ 2-ാം വാർഡ് കരുമത്ര കാപ്പി റോഡ് സ്വദേശി തരിയൻ മൂച്ചിക്കൽ വീട്ടിൽ മുഹമ്മദിന്റെ വീട്ടിലെ 400 അടി താഴ്ചയുള്ള കുഴൽ കിണറിലാണ് അപൂർവ പ്രതിഭാസം. ഒട്ടും വെള്ളമില്ലാത്ത കിണറ്റിൽ നിന്നാണ് മണിക്കൂറുകളായി വെള്ളം പുറത്തേക്ക് തള്ളുന്നു. വരൾച്ചയുടെ കാഠിന്യമേറിയ സാഹചര്യത്തിൽ പ്രദേശവാസികൾക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ വെള്ളം സംഭരിച്ച് വിതരണം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് വീട്ടുകാർ. താന്യം പഞ്ചായത്തിലെ ശാന്തി തീരം പൊതുശ്മശാനത്തിൽ മാലിന്യങ്ങൾ കൂമ്പാരമായി നിക്ഷേപിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലേക്ക് ചൂലും കോരിയും കൊട്ടയുമായി പ്രതിഷേധ സമരം നടത്തി. പ്രതിഷേധ സമരം കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. താന്യം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ, അശ്വിൻ ആലപ്പുഴ, പഞ്ചായത്ത് അംഗങ്ങളായ ആന്റോ തുറയൻ, മിനി ജോസ്, വിനയചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായി എന്നിവർ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര ശസ്തംപൂവം കോളനിയിലെ ആദിവാസി വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാടാർ വീട്ടിൽ ചന്ദ്രന്റെ ഭാര്യ 65 വയസ്സുള്ള ജാനുവിനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിക്കുളങ്ങര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പാവറട്ടി പഞ്ചായത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജാഗ്രതാ സമിതി യോഗം ചേർന്നു. എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളോ മുതിർന്നവരോ ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചറിയിക്കണം. കടകളിൽ നിരോധിത പുകയിലോൽപ്പന്നങ്ങൾ കണ്ടെത്തിയാൽ അത്തരം കടകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നടപ്പാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന അധ്യക്ഷയായിരുന്നു. തൃശൂർ രംഗചേതന കുട്ടികൾക്കായി സംഘടിപ്പിച്ച അവധിക്കാല നാടക ശില്പശാലയായ കളിവെട്ടം സമാപിച്ചു. എല്ലാ വർഷവും വേനൽ അവധിക്കാലത്ത് കളിവെട്ടം എന്ന പേരിൽ കുട്ടികൾക്കായി നടത്തിവരുന്ന നാടക ശില്പശാല 40 വർഷം പിന്നിട്ടു. ഇക്കുറി 58 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കേരള സംഗീത നാടക അക്കാദമി നാട്യഗ്രഹത്തിൽ നടന്ന സമാപന യോഗത്തിൽ ശില്പശാല അംഗങ്ങളായ കുട്ടികളെ പുസ്തകങ്ങൾ നൽകി ആദരിച്ചു. ഡോക്ടർ വയല വാസുദേവൻ പിള്ള ട്രസ്റ്റ് അധ്യക്ഷ വത്സല വാസുദേവൻ പിള്ള, M തങ്കമണി, പ്രൊഫസർ PN പ്രകാശ്, നടന്മാരായ ഹബീബ് ഖാൻ, സുനിൽ സുഖദ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ക്യാമ്പ് അംഗങ്ങളായ കുട്ടികൾ അവതരിപ്പിച്ച സ്വർണ്ണക്കൊക്കുകൾ, സുഗന്ധം പരത്തുന്ന വീടുകൾ എന്നീ 2 നാടകങ്ങൾ അരങ്ങിലെത്തി. നിറഞ്ഞ സദസ്സിന് മുൻപിലായിരുന്നു കുട്ടികൾ തങ്ങളുടെ ആദ്യ നാടകം അവതരിപ്പിച്ചത്. ശില്പശാല ഡയറക്ടറായ KV ഗണേഷ് തന്നെയാണ് നാടകങ്ങൾ സംവിധാനം ചെയ്തത്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. തൃക്കൂർ കല്ലൂർ മഠം ഷട്ടർ പാലം റോഡിലെ മൺചിറ തോട്ടിൽ വീണ്ടും അറവ് മാലിന്യം തള്ളി. മണലിപ്പുഴയിൽ വന്നു ചേരുന്ന തോട്ടിലാണ് സാമൂഹ്യവിരുദ്ധർ വൻതോതിൽ അറവ് മാലിന്യം തള്ളിയത്. രാത്രികളിലാണ് ഇവിടെ മാലിന്യം തള്ളുന്നതെന്ന് പരിസരവാസികൾ പറയുന്നു. കഴിഞ്ഞയാഴ്ചയും ഈ തോട്ടിൽ അറവ് മാലിന്യം തള്ളിയിരുന്നു. തൃക്കൂർ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടാണ് മാലിന്യം കുഴിച്ചു മൂടിയത്. പ്രദേശത്ത് ശക്തമായ ദുർഗന്ധം വമിച്ചതോടെ പ്രദേശവാസികൾ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു.
നാട്ടുകാരുടെ പരാതി ഉയർന്നതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജി എന്നിവരും പുതുക്കാട് സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അധികൃതരുടെ നേതൃത്വത്തിൽ മാലിന്യം നീക്കം ചെയ്തത്. വേനൽക്കാലത്ത് കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോഴാണ് ലഭ്യമായ കുടിവെള്ള സ്രോതസ്സുകൾ നശിപ്പിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. മാലിന്യം തള്ളിയവരെ കണ്ടെത്തി കർശനമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. കുറ്റക്കാരെ കണ്ടെത്താൻ പ്രദേശത്തെ CCTV ക്യാമറ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുന്നുണ്ട്. വെള്ളിക്കുളങ്ങരയിൽ യാത്രാ ദുഷ്കരമായ റോഡിലെ കുഴികൾ ഓട്ടോ തൊഴിലാളികൾ ചേർന്ന് കല്ലും മണ്ണും ഇട്ട് മൂടി. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡിലെ കുഴികളാണ് ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി അടച്ചത്. റോഡ് തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അധികാരികൾ റോഡ് നന്നാക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് താൽക്കാലികമായി കുഴികൾ അടയ്ക്കാൻ ഇറങ്ങിയതെന്ന് ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. ഓട്ടോ ഡ്രൈവർമാരായ സജീവ് കുമാർ, ജോബി റഷീദ്, ബാബു, ജയപാലൻ, സലാം, രാജേഷ്, സിൽജൻ എന്നിവർ ചേർന്നാണ് കുഴികൾ മൂടിയത്. മഴക്കാലത്തിന് മുൻപേ റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. വെള്ളിക്കുളങ്ങര സെൻറ്റർ മുതൽ വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡിൻ്റെ ദയനീയ അവസ്ഥ ഈ കാലങ്ങളായിട്ട് പരിഗണിക്കുന്ന ഇവിടെ പരിഗണിക്കുന്ന കാണില്ല. അപ്പം ഞങ്ങൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങൾക്ക് കണ്ടമാനം മെയിൻ്റനൻസ് വരെയാണ്. അപ്പം ഞങ്ങൾ ഏതായാലും ഈ 2 വീലർ ഓടിക്കുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ഈ കുഴികളൊക്കെ അടച്ച് ഇത് ഒന്ന് ശരിയാക്കണം. അപ്പം ഇതിൻ്റെ പേരിലൊരു നടപടി വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കട്ടക്കമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാവ് KT ശങ്കരപ്പണിക്കർ അനുസ്മരണ സമ്മേളനം നടത്തി. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കട്ടക്കമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM അലി അധ്യക്ഷനായിരുന്നു. കുന്നുകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, ഗുരുവായൂർ ദേവസ്വം മുൻ ഭരണസമിതി അംഗം KN ശ്രീധരൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികളായ കുരുന്ന് ഫോട്ടോഗ്രാഫർമാരുടെ വന്യജീവി ഫോട്ടോ പ്രദർശനം കൊടാലിയിൽ തുടക്കമായി. തൃശൂർ പേരാമംഗലത്തെ നിമൈ പ്രവീൺ, ആമ്പല്ലൂരിലെ ഇഷാൻ എന്നീ കുട്ടികൾ പകർത്തിയ 25ഓളം ചിത്രങ്ങളാണ് ഫ്യൂച്ചർ സ്കേപ്സ് എന്ന പേരിലുള്ള പ്രദർശനത്തിലുള്ളത്. ഇളം പ്രായത്തിൽ അധികമാർഗം കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത വന്യജീവി ഫോട്ടോഗ്രാഫി മേഖലയിൽ മികച്ച ചിത്രങ്ങളിലൂടെ തങ്ങളെ അടയാളപ്പെടുത്തുകയാണ് ഈ കുരുന്നു പ്രതിഭകൾ. ഛായാഗ്രഹണ കലയിൽ വരും കാലത്ത് മികച്ച സംഭാവനകൾ നൽകാൻ തങ്ങൾക്കാവുമെന്ന ഇവരുടെ ഓരോ ചിത്രവും കാഴ്ചക്കാരോട് നിശബ്ദമായി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമുക്ക് വളരെ പ്രിയപ്പെട്ട 2 കുട്ടികളുടെ അവർ നേരിട്ട് കാട്ടിൽ പോയി തന്നെ എടുത്ത പ്രകൃതി ദൃശ്യങ്ങളുടെ വൈൽഡ് ലൈഫിൻ്റെ ചിത്രങ്ങളാണ്. കുട്ടികൾ ഇങ്ങനത്തെ ഒരു മേഖലയിലേക്ക് ഇറങ്ങി വന്ന് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്നു. അവർക്കൊരു പ്രദർശിപ്പിക്കാനുള്ളൊരു വേദി ഒരുക്കാൻ ഫോട്ടോ മ്യൂസിയം നമുക്കും സാധിക്കുന്നുണ്ട്. വന്യജീവി ഫോട്ടോഗ്രാഫർമാരായ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ കഴിവും പ്രോത്സാഹനവുമാണ് സമപ്രായക്കാരായ മറ്റു കുട്ടികൾക്ക് അധികമൊന്നും സാധിക്കാത്ത വിധം വനയാത്രകൾ നടത്താനും ഫോട്ടോഗ്രാഫിയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നല്ല ചിത്രങ്ങൾ പകർത്താനും ഇവരെ പ്രാപ്തരാക്കിയത്. വന്യജീവി ഫോട്ടോഗ്രാഫറും ആർക്കിടെക്റ്റുമായ പ്രവീൺ മോഹൻദാസിന്റെയും ആർക്കിടെക്ട് വൈഷ്ണവി ചിത്തിരൈ ബാലന്റെയും മകനായ നിമൈ തൃശൂർ ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വന്യജീവി ഫോട്ടോഗ്രാഫറും ബിസിനസ്സുകാരനുമായ മുരളി മോഹന്റെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥയും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ മൃദുല മുരളിയുടെയും മകനായ ഇഷാൻ പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവനിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. സൂവിലൊക്കെ എടുക്കുന്ന മൃഗങ്ങളെക്കാളും ഇവര് കാട്ടിലുള്ള മൃഗങ്ങളെ കണ്ടു പരിചയിച്ചിട്ടുള്ള കുട്ടികളാണ്. അത് അവരൊക്കെ കിട്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനൊരു ഷോ നടത്തുന്നതിന്റെ ഒരു ഉദ്ദേശം തന്നെ കുട്ടികൾ നേരിട്ടിട്ട് ഈ പ്രകൃതിയെ മനസ്സിലാക്കുകയും ഇനി അതിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ്. കാരണം ഞാൻ ശരാശരി ആളുകളിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഇതിലുണ്ടാവും. മാതാപിതാക്കൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ വന്യജീവി സങ്കേതങ്ങൾ സന്ദർശിച്ചപ്പോൾ പകർത്തിയ ചിത്രങ്ങളാണ് ഫോട്ടോമ്യൂസ് ഓപ്പൺ ആർട്ട് ഗ്യാലറിയിലെ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ മുതിർന്ന ഫോട്ടോഗ്രാഫർമാർക്കൊപ്പം നിൽക്കുന്നവയാണ് ഇരുവരുടെയും ചിത്രങ്ങളെന്ന് വന്യജീവി ഫോട്ടോഗ്രാഫർ സീമ സുരേഷ് പറഞ്ഞു. ഞാൻ ഇവരെപ്പോലെ തന്നെ കാട്ടിലേക്ക് കയറുന്ന ഒരാളാണ്. പ്രവീണ് പറഞ്ഞു കൊടുക്കും സംഭവം ഇതാണ് സെറ്റിങ്സ് എന്നൊക്കെ. അപ്പോൾ ആളിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കും, എന്നിട്ട് ആളുടെ വക പോയിട്ട് എടുക്കും. അങ്ങനെ ഒരു സ്വയം പഠിക്കുന്ന ഒരു ടാലൻ്റാണ് നിമയ്ക്ക്. എന്തായാലും പടങ്ങള് അപ്പ അയച്ചപ്പോൾ ശരിക്കും ഞെട്ടി. നമ്മുടെയൊക്കെ നിലവാരത്തിലുള്ള പടങ്ങളാണ്. പ്രദർശനം ഈ മാസം 31 വരെ നീണ്ടു നിൽക്കും. TCV കൊടകര.
മുറ്റിച്ചൂർ യൂത്ത് വേബ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വേബ്സ് ക്ലബ്ബ് ട്രഷറർ ബ്രിജേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. മികച്ച തഹസിൽദാറായി തെരഞ്ഞെടുക്കപ്പെട്ട രാജേഷ് ചുള്ളിയലിനെ ചടങ്ങിൽ ആദരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട നിർധനരായ 50 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലീൽ എടയാടി, സെക്രട്ടറി അനുരാഗ് എന്നിവർ സംസാരിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ കുന്നമ്പത്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രമുഖ കോൺഗ്രസ് നേതാവ് മോഹൻദാസിന്റെ ഓർമ്മദിനം ആചരിച്ചു. അത്താണിയിൽ മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ടി വി ചന്ദ്രമോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി K അജിത് കുമാർ, CV കുര്യാക്കോസ്, ജിജോ കുര്യൻ, P മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കൊടാലി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊടാലി KCCP ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ് അധ്യക്ഷയായിരുന്നു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് MK ബാബു, പ്രധാനാധ്യാപിക TM ശകുന്തള, VM ഹംസ, ഹക്കീം കളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. പത്മശ്രീ കലാമണ്ഡലം ഗോപിയെ കുന്നംകുളം പൗരാവലിയും കുന്നംകുളം കഥകളി ക്ലബ്ബും ചേർന്ന് ആദരിച്ചു. ഗോപി വന്ദനം എന്ന പേരിൽ കുന്നംകുളത്ത് സംഘടിപ്പിച്ച ആദരണീയത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ചലച്ചിത്ര താരം BK ശ്രീരാമൻ അധ്യക്ഷനായി. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ MV നാരായണൻ, KC നാരായണൻ, KB രാജ് ആനന്ദ്, ഫാദർ യാക്കൂബ് കാണിപ്പയ്യൂർ, കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, PG ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, KB രാജ് ആനന്ദ്, പിശപ്പള്ളി രാജീവൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച സ്വതോഹരണ പ്രഭാഷണം കലാമണ്ഡലം ഗോപിയുടെ രംഗഭാഷ അരങ്ങേറി. വൈകിട്ട് നടന്ന ആദരണീയ സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷനായിരുന്നു. ഡോക്ടർ MB നാരായണൻ ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് കലാമണ്ഡലം ഗോപി രചിച്ച പൂതനാമോക്ഷം എന്ന കവിതയുടെ നൃത്താവിഷ്കാരം, മോഹിനിയാട്ടവും ശേഷം സുഭദ്രാഹരണം, മാലയിടൽ കഥകളിയും അരങ്ങേറി. സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ വിപുലമായിട്ടുള്ള ലോകാവബോധവും ജീവിതാവബോധവും നാടൻ കലകളുടെ സംഗമവേദിയായി മാറിയ വേലവരവോടെ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ അരങ്ങേറിയ ദേശക്കാഴ്ചയ്ക്ക് കൊടിയിറങ്ങി. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയും ആളൂർ പഞ്ചായത്തും ചേർന്നൊരുക്കിയ ദേശക്കാഴ്ചയുടെ സമാപനത്തിന്റെ ഭാഗമായി 3 കേന്ദ്രങ്ങളിൽ നിന്ന് തെയ്യം, തിറ, പൂതൻ, കരിങ്കാളി, വട്ടമുടി, കാളകളി, കുതിരക്കളി തുടങ്ങിയ നാടൻ കലകളുടെ അകമ്പടിയോടെയാണ് വേലവരവ് നടന്നത്. കൂടാതെ കരിന്തലക്കൂട്ടത്തിന്റെ പാട്ടുപുലിമയും ചവിട്ട് നാടകവും ഉണ്ടായിരുന്നു. സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജു അധ്യക്ഷനായി. മുടിയേറ്റ് കലാകാരൻ വാരനാട്ട് ശങ്കരനാരായണക്കുറുപ്പ്, ശാസ്താംപാട്ട് കലാകാരൻ രാമചന്ദ്ര പാക്കനാർ, കലാകാരൻ സുബ്രഹ്മണ്യൻ മാമ്പ്ര എന്നിവരെ രമേഷ് കരിന്തലക്കൂട്ടം ആദരിച്ചു. വെങ്കടങ്ങ് പഞ്ചായത്തിലെ 1 ഏക്കർ വിസ്തൃതിയിലുള്ള ഏനാക്കുളം പുല്ലും ചെണ്ടിയും നിറഞ്ഞ് ഉപയോഗശൂന്യമായ അവസ്ഥയിൽ. ഏനാക്കുളത്തിന്റെ നവീകരണത്തിനായി 2 ഘട്ടങ്ങളിലായി ₹1.5 കോടി ചെലവഴിച്ചെങ്കിലും ആവശ്യമായ തുടർ പ്രവർത്തനങ്ങൾ ഇല്ലാതിരുന്നത് കുളത്തിന്റെ നാശത്തിന്റെ കാരണമായി. അയൽപ്രദേശങ്ങളിൽ നിന്ന് പോലും കടുത്ത വേനലിൽ നിരവധി പേരാണ് കുളിക്കാനും അലക്കാനുമായി ഏനാക്കുളത്തിൽ എത്തിയിരുന്നത്. 2017 ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ ചിലവിട്ട് കുളത്തിന്റെ പാർശ്വങ്ങൾ കരിങ്കൽ ഭിത്തി കെട്ടി ബലപ്പെടുത്തുകയും കുളം ആഴം കൂട്ടി നവീകരിക്കുകയും ചെയ്തിരുന്നു. തൊട്ടടുത്ത വർഷമുണ്ടായ പ്രളയത്തിൽ വീണ്ടും ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് കുളം വീണ്ടും ഉപയോഗശൂന്യമായി. അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന TV അനുപമ കുളം സന്ദർശിക്കുകയും നവീകരണത്തിന് പ്രത്യേക പദ്ധതി രൂപീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെയും യുവജന സംഘടനകളെയും ഉപയോഗപ്പെടുത്തി കുളം വൃത്തിയാക്കാൻ ശ്രമിച്ചെങ്കിലും കാര്യമായ വിജയം കണ്ടില്ല. ജില്ലാ പഞ്ചായത്ത് വീണ്ടും 25 ലക്ഷം രൂപ ചിലവിട്ട് ഏനാകുളം നവീകരണം നടത്തി. ചണ്ടിയും പായലും കുളത്തിലേക്ക് ചാഞ്ഞിരുന്ന പാഴ്മരങ്ങളും നീക്കിയും വശങ്ങളിൽ ടൈൽ പാകി മനോഹരമായ നടപ്പാതയും കൈവരിയും നിർമ്മിച്ചും തകർന്ന കുളക്കടവ് പുനർനിർമ്മാണം നടത്തി. കുളക്കരയിൽ വ്യായാമത്തിനെത്തുന്നവർക്ക് വിശ്രമത്തിനുള്ള സൗകര്യവും ഒരുക്കി കുളം നാടിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കുളത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം പുൽക്കാടുകൾ നിറഞ്ഞ സ്ഥിതിയാണ്. സമയാസമയങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ശുചീകരണം നടത്താത്തതുമൂലമാണ് കുളം നശിക്കുന്നതെന്നാണ് പരാതി. വരൾച്ച കഠിനമായി തുടരുമ്പോൾ ഏനാകുളം വൃത്തിയാക്കി ഉപയോഗപ്രദമാക്കാനുള്ള അടിയന്തര നടപടികൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TC വിനോസ്,
പാവറട്ടി. അടാട്ട് പഞ്ചായത്തിൽ കുടിവെള്ളം മുട്ടിച്ച LDF ഭരണസമിതിക്കും പ്രസിഡന്റിനുമെതിരെ UDF മെമ്പർമാർ കാലിക്കുടവും ബക്കറ്റുകളുമായി പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരത്തിന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഹരീഷ് BG, അജിത കൃഷ്ണൻ, കണ്ണൻ PS, നിതീഷ്, സുനിത KM, നിഷ പ്രഭാകരൻ, ആനി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ഇത് ഒരു സൂചനാ സമരമാണെന്നും ഇനിയും വാർഡുകളിൽ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചില്ലെങ്കിൽ സമരം തുടരുമെന്നും പഞ്ചായത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്നും UDF മെമ്പർമാർ പറഞ്ഞു. ഗുരുവായൂരിൽ ഫ്ളാറ്റുകളും വീടുകളും അനധികൃത താമസത്തിന് നൽകുന്നുണ്ടെന്ന പരാതിയിൽ നടപടിയെടുക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. കൗൺസിലർ CS സൂരജാണ് വിഷയം ഉന്നയിച്ചത്. അനധികൃത ലോഡ്ജുകൾ സംബന്ധിച്ച് പോലീസ് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. നഗരസഭയും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും. ഇതിനു മുന്നോടിയായി ഫ്ളാറ്റ് ഉടമകളുടെ യോഗം വിളിക്കും. ഉടമസ്ഥൻ സ്ഥലത്തില്ലാത്തതിനാൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളും ഫ്ളാറ്റുകളും ദിവസവാടകയ്ക്ക് ബദൽ ലോഡ്ജുകളായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ചെയർമാൻ പറഞ്ഞു. അവധി ദിവസങ്ങളിലാണ് കൂടുതലായി അനധികൃത വാടകയ്ക്ക് നൽകൽ നടക്കുന്നതെന്നും ഈ ദിവസങ്ങളിൽ നഗരസഭ ഫ്ളാറ്റുകളിൽ പരിശോധന നടത്തണമെന്നും KP റഷീദ് ആവശ്യപ്പെട്ടു. പൊളിച്ചു പണിയുന്ന നഗരസഭയുടെ ആയുർവേദ ആശുപത്രി താൽക്കാലികമായി അമ്പാടി കെട്ടിടത്തിലേക്ക് മാറ്റാൻ യോഗം തീരുമാനിച്ചു. ഇതിനു മുന്നോടിയായി അമ്പാടി കെട്ടിടം മൂടി പിടിപ്പിക്കുന്നതിന് 10 ലക്ഷം രൂപ അനുവദിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. യോഗത്തിൽ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷനായിരുന്നു. എരുമപ്പെട്ടി യുണൈറ്റഡ് ടർഫിനടുത്തുള്ള പറമ്പിൽ തീപിടുത്തം. കുന്നംകുളത്ത് നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പാഴ്മരങ്ങളും കുറ്റിച്ചെടികളും പൂർണ്ണമായും കത്തിനശിച്ചു. കടങ്ങോട് ഉണ്ണിമിശിക ദേവാലയത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച ഗ്രോട്ടോയുടെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. ഫാദർ ബിൽജു വാഴപ്പിള്ളി മുഖ്യ കാർമ്മികനായി, ഫാദർ റോയ് വെളാക്കുമ്പിൽ, ഫാദർ അഭിലാഷ് വടക്കി ഊലിക്കൽ, കടങ്ങോട് ഇടവക വികാരി ഫാദർ സിൻഡോ പൊന്തയ്ക്കൻ, ജനറൽ കൺവീനർ ബിൻഡോ ചൊവ്വല്ലൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനം. ഗുരുവായൂർ YMCA സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കിഴക്കേനടയിലെ കൊളാപ്പടിയിൽ നിർമ്മിക്കുന്ന ഓഫീസ് സമുച്ചയത്തിന്റെ തറക്കല്ലിടൽ നടന്നു. YMCA കേരള റീജിയൻ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ തറക്കല്ലിടൽ നിർവഹിച്ചു. റീജിയണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി ചെറിയാൻ പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ വിതരണം നടത്തി. പ്രസിഡന്റ് ബാബു വർഗീസ് അധ്യക്ഷനായിരുന്നു. സ്ഥാപക കോർഡിനേറ്റർ മാത്യൂസ് ഒലക്കേങ്കലിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറോക്കി, സെക്രട്ടറി ജിഷോ എസ് പുത്തൂർ, ലോറൻസ് നീലങ്കാവിൽ, ജോസ് ലൂയിസ് തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂക്കര സെന്റ് ജോൺ ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ മെയ് 15, 16 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് അറിയിച്ചു. മെയ് 13 വൈകിട്ട് 7 വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ നിർവഹിക്കും. മെയ് 15 രാവിലെ 9 നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിൻഡോ ചിറമേൽ കാർമ്മികനാകും. വൈകിട്ട് 5:15 വിശുദ്ധന്റെ തിരുസ്വരൂപം കൂട്ടിൽ നിന്നിറക്കൽ ചടങ്ങിന് മാർ വിൻസെന്റ് നെല്ലായി പറമ്പിൽ കാർമ്മികനാകും. തിരുനാൾ ദിനമായ മെയ് 16 രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ പട്ടുകുർബാനയ്ക്കും ഫാദർ ആൻജോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ, ജനറൽ കൺവീനർ ബിജു പല്ലിശ്ശേരി, വർഗീസ് ആലപ്പാട്ട്, ജോസ് അന്തിക്കാടൻ, സൈമൺ പുതുപ്പള്ളി പറമ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയുടെ സെന്റ് ജോർജ് കുരിശ് പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ആർത്താറ്റ് സിംഹാസന പള്ളി വികാരി ഫാദർ ബാബു ജോസഫ് ചാലിശ്ശേരി, പള്ളി വികാരി ഫാദർ ഡിൽജോ എലിയാസ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പെങ്ങാമുക്ക് പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, കൈക്കാരൻ സോജൻ KJ, സെക്രട്ടറി രാജീവ് P ഡേവിഡ്, ജിജോ ജോർജ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കിടാവിനെ കൊന്നു. തുടർച്ചയായുള്ള പുലിയാക്രമണങ്ങളിൽ ഭീതിയിലായി പാലപ്പിള്ളി. തെരുവുനായ ആക്രമണങ്ങളേറുന്നു. വേലൂരിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കിടാവിന്റെ ചെവികളറ്റു. ചാലക്കുടി നഗരസഭയിൽ ഭരണകക്ഷിയിൽ ചേരിപ്പോര്. വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചതായി ആക്ഷേപം. വകുപ്പുകൾ നോക്കുകുത്തികളായെന്ന് പ്രതിപക്ഷം. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിലെ കാഞ്ഞാണി സെന്ററിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. കൂടുതൽ പോലീസുകാരെ നിയോഗിച്ച് ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യം.
16 ഏക്കർ വിസ്തൃതിയുള്ള പോർക്കുളം ആനക്കുണ്ട് ബണ്ട് വികസനം പാതി വഴിയിൽ നിലച്ചു. ബണ്ടാളം കൂട്ടൽ പ്രവർത്തനം അശാസ്ത്രീയമായി നടപ്പാക്കിയതായി ആക്ഷേപം. കടുത്ത ചൂടിൽ വാഴാനി ഡാം വറ്റി വരളുന്നു. കുടിവെള്ളത്തിനും കൃഷിയാവശ്യങ്ങൾക്കും നൽകാൻ വെള്ളമില്ല. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.